എൻ്റെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഒരു സ്വാഗതം ചെയ്യുന്നു. ഇന്നെനിക്ക് വളരെ ഹൃദയസ്പർശിയായൊരു കഥ ഞാൻ കേൾക്കാനിട വന്നു. അത് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യണം, അതിൻ്റെ മോറൽ നിങ്ങളിലേക്കൊന്ന് പറഞ്ഞു നൽകണം എന്നെനിക്കൊരു തോന്നൽ. കഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഒരു കുടുംബം, ആ കുടുംബത്തിൽ 3 മക്കളും അച്ഛനും അമ്മയും. പാതി വഴിയിൽ വെച്ച് അച്ഛൻ മരണപ്പെടുന്നു. അപ്പോൾ മൂത്ത കൊച്ചിന് പ്രായം 12 വയസ്സ്, ഇളയ കൊച്ചുങ്ങൾ അതിൻ്റെ താഴെ പ്രായം. അപ്പോൾ അമ്മ ഉച്ചക്കഞ്ഞി വെക്കുന്ന ജോലിയാണ് സ്കൂളിൽ. അപ്പോൾ ഉച്ചക്കഞ്ഞിയൊക്കെ കിട്ടുന്നതുകൊണ്ട് അന്ന് ഭയങ്കര ദാരിദ്ര്യമുള്ള കാലത്ത് അമ്മ ഈ ഉച്ചക്കഞ്ഞി വെക്കുന്നതുകൊണ്ട് ആ കുട്ടികൾക്ക് വളരെ മനോഹരമായി ഭക്ഷണം കഴിക്കാൻ സാധിക്കുമായിരുന്നു. കാരണം ആ ഉച്ചക്കഞ്ഞി കിട്ടുന്നത് അവർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നു പോയപ്പം വെക്കേഷൻ ടൈം എത്തിയപ്പോൾ 2 മാസത്തെ അവധി വന്നു. അപ്പോൾ ഉച്ചക്കഞ്ഞി എല്ലാം സ്റ്റോപ്പ് ചെയ്തപ്പോൾ അമ്മ തീരെ ദാരിദ്ര്യമായ പട്ടിണിയിലേക്ക് ആണ്ടുപോയി. മക്കളെല്ലാം കരച്ചിലും വിശക്കുന്നതെന്നുള്ള നിലവിളിയും മാത്രം ആ വീടുകളിൽ മന്ത്രിച്ചു. അമ്മ നിസ്സഹായയായി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആ മക്കളെ നോക്കി കണ്ണീർ വാർക്കാനേ എന്നും നേരമുണ്ടായിരുന്നു. അത് മൂത്ത മകനായ ബാബു, 12 വയസ്സാണ്. അവന് വളരെ വിഷമമായി. എന്തു ചെയ്യും? എൻ്റെ അമ്മയുടെയും അനുജന്മാരുടെയും കണ്ണുനീർ കണ്ട് മടുത്ത ആ കൊച്ചു ബാലൻ ഒരിക്കൽ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഇരുന്ന് കരയുകയാണ് വിശന്നിട്ട്, ആരും കാണാതെ. അപ്പോൾ ഇളയ കൊച്ച് മുറ്റത്ത് കിടന്ന ഒരു കുപ്പി, നല്ല കഴുകിയിട്ടിരുന്ന ഒരു കുപ്പി എടുത്തുകൊണ്ട് വന്ന് ചേട്ടൻ്റെ മുമ്പിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ചേട്ടാ, എനിക്കിതൊന്ന് വേവിച്ചു തരാമോ? എനിക്ക് വിശക്കുന്നു. ആ കുഞ്ഞു ബാലൻ്റെ മനസ്സിൽ തോന്നിയ ഏറ്റവും വലിയ ഒന്നാണ് വിശപ്പ്. നിസ്സഹായനായി അനുജനെ ചേർത്ത് നെഞ്ചോട് പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, അത് കുപ്പിയല്ലേ, അതങ്ങനെ വേവിക്കാനോ ഒന്നും പറ്റില്ല. എനിക്ക് വിശന്നിട്ടാ ചേട്ടാ, എങ്ങനെയെങ്കിലും ഒന്ന് വേവിച്ചതാ. ആ നിഷ്കളങ്കമായ മനസ്സിൽ വിശപ്പിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുത ലോകം തുറന്നു വന്ന നിമിഷങ്ങൾ. അന്നേരം ബാബു ഒരു തീരുമാനമെടുത്തു. എൻ്റെ അമ്മയും എൻ്റെ അനുജന്മാരെയും ഞാൻ പട്ടിണിക്കിടില്ല, എന്തെങ്കിലും ജോലി ചെയ്യണം. അങ്ങനെ 4ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തി ബാബു അയൽവക്കത്തുള്ള ഒരു മേസ്തിരിയുടെ മൈക്കാട് പണിക്ക് പോയി. തുച്ഛമായ വരുമാനം കിട്ടും. ആ വരുമാനം വീട്ടിലേക്ക് കൊടുത്തവരുടെ അന്നുള്ള കാര്യങ്ങൾ നടത്തിപ്പോകുന്ന ബാബു ഒരിക്കൽ മേസ്തിരിയുടെ ഒഴിഞ്ഞു കിടന്ന പറമ്പിൽ ഇഞ്ചി കൃഷിയും കപ്പ കൃഷിയും ഒക്കെ നടത്താൻ സ്ഥലം കൊടുത്തു. ആ കൊച്ചു ബാലൻ ആ 12ാമത്തെ വയസ്സിൽ അവൻ ആ പറമ്പിൽ പണിയെടുത്ത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവന് നല്ല ആദായം ലഭിച്ചു.